ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൈദ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമായിട്ടാണ്. വീശ അടിക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ 3 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് മാവ് കണ്ടോ, നല്ല സോഫ്റ്റായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കല്ലോ, അതിനേക്കാളും കുറച്ചൊന്ന് ലൂസായിട്ട് കുഴച്ചെടുക്കണം. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതൊരു 1 അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കുകയാണ്. 1 അവറിന് ശേഷം മാവ് ഡബിൾ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊരു 5 ബോളുകളായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റിൽ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ ബോളും ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ചൊന്ന് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ അത്യാവശ്യം വലുപ്പത്തിലും കുറച്ച് കട്ടിയോടെയും വേണം പരത്തിയെടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു ബൗളിൽ 5 ടേബിൾ സ്പൂൺ മൈദ, 5 ടേബിൾ സ്പൂൺ ഓയിൽ, ഒരു 5 ടേബിൾ സ്പൂൺ പാൽ, ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി പരത്തി വെച്ചിരിക്കുന്ന പത്തിരി ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ ഒന്ന് നീളത്തിൽ വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദയുടെ ഒക്കെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കോൺ പോലെ കിട്ടും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൂടി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ പരത്തിയെടുക്കണം. അതിനായിട്ട് കുറച്ച് കൗണ്ടർ ടോപ്പിലൊന്ന് മൈദ വിതറി കൊടുക്കാം. ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാവുന്നതാണ്. അധികം തിന്നായിട്ട് പരത്തണ്ട, കുറച്ച് കട്ടിയോടെയും വലിപ്പത്തോടെയും പരത്തിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാം. അതിനായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള തവയിലോട്ട് ഇത് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഓയിലിന് പകരം ഗീ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ചുട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. അപ്പോഴേ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകിട്ട് ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൊറോട്ടയുടെ റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇത് നമ്മുടെ പൊറോട്ട നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത് തവയിൽ നിന്ന് എടുത്തു മാറ്റാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എന്തോരം സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന്. ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടോ, ലെയറോട് കൂടിയിട്ടാണുള്ളത്. നിങ്ങൾക്കിത് ഏതൊരു കറി കൂട്ടിയും കഴിക്കാം. പിന്നെ ഇത് രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ആയാലും ഹാർഡായി പോകത്തേ ഇല്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. എല്ലാവർക്കും എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി പൊറോട്ട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.